അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോക്കൽ വേരിയബിൾസിനെ കുറിച്ച് പറഞ്ഞു. നമുക്കപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് വേരിയബിൾ നോക്കാം. അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ അകത്തായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്, പക്ഷേ മെത്തേഡിന് പുറത്തായിരിക്കും. മെത്തേഡിന് മാത്രമല്ല, ഒരു കൺസ്ട്രക്ടറോ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തായിരിക്കും, ബട്ട് ക്ലാസിനകത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇന്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് അല്ലെ, ഇതൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. അതായത് ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ക്ലാസിന്റെ അകത്താണ്, ബട്ട് മെത്തേഡിന്റെ പുറത്താണ്. അപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഈ ക്ലാസ് ആണ് അല്ലെ. ഇതിനകത്ത് ഏതൊക്കെ മെത്തേഡ്സ്, ബ്ലോക്സ്, കൺസ്ട്രക്ടർ എല്ലാം ഉണ്ടോ അതിനെല്ലാം ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത് ക്ലാസിന്റെ അകത്തായിരിക്കും, പക്ഷെ ഈ പറയുന്ന മെത്തേഡിനും ബ്ലോക്കിനും അതുപോലെ കൺസ്ട്രക്ടറിനും പുറത്തായിരിക്കും. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഈ ക്ലാസ് ആണ്. എല്ലാ മെത്തേഡ്സിനും ബ്ലോക്സിനും കൺസ്ട്രക്ടേഴ്സിനും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഇനി എപ്പോഴാണ് ഈ ഇൻസ്റ്റൻസ് വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നത്? അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ വേരിയബിളിന് മെമ്മറി അലോക്കേറ്റ് ആവും. ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ആവുമ്പോഴത്തേക്ക് ഈ വേരിയബിൾ മെമ്മറിയിൽ നിന്ന് റിലീസ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോർഡ് മെമ്മറി ഏതാണ്? ഇൻസ്റ്റൻസ് വേരിയബിളിന് യൂസ് ചെയ്യുന്നത് ഹീപ്പ് മെമ്മറിയാണ്. ഓക്കെ, ഇതപ്പോ ജസ്റ്റ് ഒന്ന് പോയിന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സ്റ്റോർഡ് മെമ്മറി ഹീപ്പ് മെമ്മറിയാണ്. ഇനി ഡീഫോൾട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ ലോക്കൽ വേരിയബിളിൽ ഞാൻ വീഡിയോ പറഞ്ഞു നമ്മൾ ലോക്കൽ വേരിയബിൾസിന് നമ്മൾ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു എറർ ത്രോ ചെയ്യും. ഇപ്പൊ ഈ മെത്തേഡിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണല്ലോ ലോക്കൽ വേരിയബിൾസ്. അപ്പൊ അതാ ഈ സി ആൻഡ് ഡി ലോക്കൽ വേരിയബിൾ ആണ്. സിക്ക് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഡിക്ക് ഇവിടെ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിലും ഇതിന്റെ മൂന്നിന്റെയും സമ്മാണ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡി പ്രിന്റ് ചെയ്യാൻ നേരെ എറർ ഒന്നും വരില്ല. തിരിച്ചിവിടെ നമ്മളിപ്പോ ഇവിടെ ഒരു ഇ കൂടെ കൊടുത്തെന്ന് വിചാരിക്കുക, എന്നിട്ട് ഇവിടെ ഇ പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എറർ വരും. എന്താണ്? വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ലോക്കൽ വേരിയബിൾസിന് നമ്മൾ എപ്പോഴും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ എറർ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും വാല്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് 0 പ്രിന്റ് ആവും. ഒരിക്കലും അങ്ങനെ പ്രിന്റ് ആവില്ല. ലോക്കൽ വേരിയബിൾസിന് എപ്പോഴും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിന് ഡീഫോൾട്ട്, തിരിച്ച് ഇൻസ്റ്റൻസ് വേരിയബിളിന് ഡീഫോൾട്ട് വാല്യൂസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ ബൂളിയൻ നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തു, ബൂളിയൻ ബി എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീഫോൾട്ട് വാല്യൂ ഫോൾസ് ആയിരിക്കും. ഒരു ഇന്റ് എ എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഡീഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്റ് എ എന്ന് ഞാനിവിടെ കൊടുത്തു, ബൂളിയൻ ബി എന്നും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ ഞാൻ ഒരു ബൂളിയൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാം, ബൂളിയൻ സി ഈക്വൽ ടു, അതിന് ഞാൻ വാല്യൂ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാൻ ഈ 3 എണ്ണവും പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അപ്പൊ എങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യുക? ആദ്യം ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. വി ഡി ഈക്വൽ ടു ന്യൂ ഡിക്ലെയർ ചെയ്തു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സോറി. ഇനി നമ്മൾ ജസ്റ്റ് ഇതിന്റെ വാല്യൂസ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് എ എന്ന് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് ബൂളിയൻ പ്രിന്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇപ്പോ വി ഡി ഡോട്ട് ബി കൊടുത്തു, ഇവിടെ സി കൊടുത്തു. അപ്പോ സിയുടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ട്രൂവേ വരത്തുള്ളൂ. പക്ഷെ ഈ രണ്ടിനും ഇന്റിജറിന് 0 വരും, കാരണം വാല്യൂ ഒന്നും അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ബിയുടെ ബൂളിയന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. അപ്പൊ ഞാനിത് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ 0 ഫോൾസ് ട്രൂ. മനസ്സിലായല്ലോ? ഇതാണ് ഇൻസ്റ്റൻസ് വേരിയബിളിന് വാല്യൂസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് വാല്യൂസ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ നെക്സ്റ്റ് പോയിന്റ്, അതായത് ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും പറ്റും. ഇപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ അകത്ത്, അതായത് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഇതൊന്നും ലോക്കൽ വേരിയബിളിന് പറ്റില്ല. പക്ഷെ നമ്മള് ഇൻസ്റ്റൻസ് വേരിയബിളിനാണെങ്കിൽ ഇവിടെ എനിക്ക് കൊടുക്കാം പബ്ലിക്കിന്റെ. മനസ്സിലായല്ലോ? അപ്പൊ ആക്സസ് സ്പെസിഫയേഴ്സ് നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും പോയിന്റ് മനസ്സിലായല്ലോ? ഇതിന്റെ ഡിക്ലറേഷൻ, സ്കോപ്പ്, അതുപോലെ സ്റ്റോർഡ് മെമ്മറി, ഹീപ്പ് മെമ്മറിയാണ്. ഡീഫോൾട്ട് വാല്യൂ നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇന്റ് ആണെങ്കിൽ 0 വരും, ബൂളിയൻ ആണെങ്കിൽ ഫോൾസ് വരും, അങ്ങനെയായിരിക്കും. അതുപോലെ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി സ്റ്റാറ്റിക് വേരിയബിൾ നോക്കാം. അപ്പൊ ഇൻസ്റ്റൻസ് വേരിയബിൾ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് സ്റ്റാറ്റിക് വേരിയബിളും. സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് കീവേഡ് വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആണ് സ്റ്റാറ്റിക് കീവേഡ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനകത്താണ്, പക്ഷെ അത് ഔട്ട്സൈഡ് ഒരു മെത്തേഡ്, ബ്ലോക്ക്, കൺസ്ട്രക്ടർ ഇതിന്റെയൊക്കെ പുറത്തായിരിക്കും.
അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ പോലെ സെയിം ആണ്. അതായത് നമ്മുടെ ക്ലാസ്സിന് ത്രൂ ഔട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ടോ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണെങ്കിൽ ഇതൊരു നോർമൽ മെത്തേഡാണ്. ഇനി നമുക്കൊരു സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ടെങ്കിലും അതിനും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റോർഡ് മെമ്മറി ഏതാണ്? അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റൻസ് വേരിയബിളിന് ഹീപ്പ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റാറ്റിക് വേരിയബിളിന് നോൺ ഹീപ്പ് മെമ്മറി അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെമ്മറി അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഡീഫോൾട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ സെയിം ആസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. അതായത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ വാല്യൂസ് ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിപ്പോ ഇന്റിജർ ആണെങ്കിൽ 0 എടുക്കും, ബൂളിയൻ ആണെങ്കിൽ ഫോൾസ് എടുക്കും. അങ്ങനെ തന്നെ സെയിം ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാറ്റിക്കിന്റെ മുമ്പേ പബ്ലിക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ഈ വേരിയബിൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബി എന്ന് പറഞ്ഞ വേരിയബിൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് ബി എന്ന് എഴുതാനും പറ്റും. ഓക്കെ. ഡയറക്റ്റ് ബി എന്ന് വിളിച്ചാൽ മതി. അതാണല്ലോ സ്റ്റാറ്റിക് വേരിയബിൾ കൊണ്ടുള്ള ഒരു യൂസ്. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലാസ് നെയിം വെച്ച് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.